സഹോദരങ്ങൾ, ആലു ഷെയ്ഖിൻ്റെ ജീവിതത്തിൽ നിന്ന് ലോക മുസ്ലിമീങ്ങൾക്ക്, പ്രത്യേകിച്ചും വിശ്വാസികൾക്ക് ഒരുപാട് ഗുണപാഠങ്ങൾ പഠിച്ചെടുക്കാനുണ്ട് എന്നുള്ളതാണ്. 8 വയസ്സിൽ അദ്ദേഹത്തിന് 8 വയസ്സും ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെടുന്നത്. 11 വയസ്സിൽ അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കി. കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ച മങ്ങിത്തുടങ്ങിയിരുന്നു. ഉമ്മാക്ക് വല്ലാത്ത വിഷമമുണ്ടായിരുന്നു ആ വിഷയത്തിൽ. 20-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ കണ്ണിനൊരു ഓപ്പറേഷൻ നടക്കുന്നു. സ്വിറ്റ്സർലാൻഡിലുള്ള ഒരു ഡോക്ടർ വന്ന്, വിദഗ്ധനായ ഒരു ഡോക്ടർ വന്ന് ഓപ്പറേഷൻ നടത്തുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. വല്ലാതെ ആ ഉമ്മ വിഷമിച്ചുപോയി എന്നുള്ളതാണ്. ഈ യതീമായ കുട്ടിയെ എന്ത് ചെയ്യുമെന്നറിയാത്ത സമയത്ത്, എന്നാൽ ആ ഉമ്മയുടെ നിശ്ചയദാർഢ്യം എന്നുള്ളത് നമ്മൾ ഇന്ന് അദ്ദേഹത്തെ ഓർമ്മിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഉമ്മയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹിക്കാൻ കഴിയാത്ത ആ ഉമ്മയോട് മുൻ ഗ്രാൻഡ് മുഫ്തിയായ ഇബ്രാഹിം ആലു ഷെയ്ഖ് റഹിമഹുല്ല അവരോട് പറഞ്ഞു, സഹിക്കുക, ഇതിൽ ഖൈർ ഉണ്ടാകും, വല്ലാത്ത ഖൈർ ഇതിൽ അള്ളാഹു തീർച്ചയായും പകരം നൽകുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. റബ്ബിൻ്റെ വിധിയിൽ അവർ തൃപ്തിയടഞ്ഞു. പിന്നീട് മകൻ്റെ താങ്ങും തണലുമായി, മാത്രമല്ല മകൻ്റെ 2 കണ്ണുകളായി സ്വയം മാറുകയാണ് ആ ഉമ്മ. 5 നേരം ജമാഅത്തിന് പള്ളിയിലേക്ക് ഉമ്മ കൊണ്ടുവരികയാണ്. പണ്ഡിതന്മാരുടെ ദർസിലേക്ക് ആ ഉമ്മ കൈപിടിച്ച് കൊണ്ടുവരികയാണ് ആ മകനെ. എന്നിട്ട് തീരുന്നത് വരെ, ആ മകനെ തിരിച്ചു വരുന്നത് വരേക്കും അവിടെ നിന്ന് കാത്തു നിൽക്കുകയാണ്. നന്നായി വിജ്ഞാനം പഠിപ്പിക്കുന്നു, പണ്ഡിതന്മാരുടെ ദർസിലേക്ക് പറഞ്ഞയക്കുന്നു, കോളേജ് പഠനം പൂർത്തിയാക്കുന്നു. പിന്നീട് ഒരു ചരിത്ര പുരുഷനായി ആലു ഷെയ്ഖ് റഹിമഹുല്ല മാറുകയാണ്. പിന്നീട് തൻ്റെ ഉമ്മയുടെ താങ്ങും തണലുമായി അദ്ദേഹം മാറുകയാണ്. തൻ്റെ ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് 26ഓളം ഹജ്ജ് അദ്ദേഹം ചെയ്തു എന്നാണ്. റഹിമഹുല്ലാഹു റഹ്മത്തൻ വാസിഅ. ലോക മുസ്ലിമീങ്ങൾ ഉറ്റുനോക്കുന്ന നമിറ മസ്ജിദിൽ 35ഓളം തവണ അറഫ ഖുതുബ നടത്തിയ ഒരുപക്ഷെ ദുനിയാവിൽ ഒരൊറ്റ പ്രതിഭയേ ഉള്ളൂ, അത് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് റഹിമഹുല്ലയാണ്. 35 തവണ അറഫ ഖുതുബ നടത്തിയിട്ടുണ്ട് എങ്കിൽ 35 തവണ അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അറഫ ഖുതുബ നടത്താതെ തന്നെ എത്രയോ ഹജ്ജ് അദ്ദേഹം അതല്ലാതെയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, ഒരു കണ്ണ് കാണാത്ത മനുഷ്യൻ, കാഴ്ചയില്ലാത്ത മനുഷ്യൻ സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായി അവരോധിക്കുകയാണ്. എന്നിട്ടോ ലോക മുസ്ലിങ്ങൾക്ക്, കാഴ്ചയില്ലാത്ത ഒരു മനുഷ്യൻ ലോക മുസ്ലിമീങ്ങൾക്ക് ഉൾക്കാഴ്ച ഇട്ടുകൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത്. ഇൽമിൻ്റെ വിഷയത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ശിഷ്യന്മാരൊക്കെ പറയുന്നത് കാണാം. മഹാനായ ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനായ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി പറയുന്നത് കാണാം, എങ്ങനെയാണ് ആ മനുഷ്യന് ഇങ്ങനെയൊക്കെ ആയത്തുദ്ധരിക്കാൻ സാധിക്കുന്നത് എന്ന് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ സംസാരം കുറച്ച് മുമ്പ് നടന്ന ഒരു ദർസിൽ അദ്ദേഹം പറയുകയാണ്, നമ്മളൊക്കെ ഷെയ്ഖ് സുലൈമാൻ റുഹൈലിയുടെ ദർസ് വളരെ അമ്പരന്നിട്ടാണ് കേൾക്കുന്നത്. അത്രമാത്രം ഇസ്തിദ്ലാലുകൾ, അതല്ലെങ്കിൽ തെളിവുകൾ ഇങ്ങനെ പറഞ്ഞ് നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നും. ആ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഈ കാഴ്ചയില്ലാത്ത മനുഷ്യനെ പറ്റി പറയാണ്, എങ്ങനെയാണ് ആലു ഷെയ്ഖിന് ഇങ്ങനെയൊക്കെ ഒരു തൗഹീദിന്റെ വിഷയം പറയുമ്പോൾ ആയത്തുകൾ ഇങ്ങനെയൊക്കെ തെളിവെടുത്ത് പറയാൻ എങ്ങനെയാണ് സാധിക്കുക? അള്ളാഹു വല്ലാത്ത അറിവാണ് അദ്ദേഹത്തിന് നൽകിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഒരു കാഴ്ചയില്ലാത്ത മനുഷ്യൻ അള്ളാഹു എത്രമാത്രം അദ്ദേഹത്തെ ഉയർത്തി എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുജാദലയിൽ പറഞ്ഞില്ലേ, യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളെ, ചില ആളുകളെ ഉയർത്തും, അവരുടെ ദറജ ഉയർത്തും. വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്, മുഅ്മിനീങ്ങളിൽ തന്നെ അവരിൽ അറിവുള്ളവരുടെ പദവികൾ ഇരട്ടിയായി വർദ്ധിപ്പിക്കുമെന്നുള്ളതാണ്. നോക്കൂ സഹോദരൻ, ഒരു അത്ഭുതമായിരുന്നു അദ്ദേഹം. ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചു, എത്രയോ ഫത്വകൾ. മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്. ലോകത്തിൻ്റെ പല ഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ചോദിക്കുകയാണ്. അദ്ദേഹം കഴിവില്ലാത്ത ആ രോഗശയ്യയിൽ കിടക്കുമ്പോൾ പോലും അദ്ദേഹം ഉത്തരം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ദീനിൻ്റെ അറിവിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ നഷ്ടപ്പെടുന്നത് അറിവാണ്, ദുനിയാവിലെ അറിവാണ് നിലച്ചു പോകുന്നത്. ഇനിയുള്ള കാലത്ത് അത്തരം പണ്ഡിതന്മാർ നമുക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഇബാദത്തുകളെ കുറിച്ച് ശിഷ്യന്മാർ പറയുന്നത് കാണാം. എല്ലാ 3 ദിവസത്തിലും അദ്ദേഹം ഖുർആൻ പൂർണ്ണമായും ഓതി തീർക്കുമായിരുന്നു എന്നുള്ളതാണ്. റമളാനിലല്ല, എല്ലാ ദിവസങ്ങളിലും 3 ദിവസം കൂടുമ്പോൾ അദ്ദേഹം പൂർണ്ണമായി ഖുർആൻ പാരായണം തീർത്തിരുന്നു എന്നുള്ളതാണ്. രാത്രി നമസ്കാരം നീണ്ട നിസ്കാരമായിരുന്നു. 11 മണിക്ക് തുടങ്ങിയാൽ 2 മണിക്കും 3 മണിക്കുമൊക്കെ തീരുന്ന രാത്രി നമസ്കാരമായിരുന്നു എന്നുള്ളതാണ്. സുന്നത്ത് നോമ്പുകൾ അധികമായി നോക്കിയിരുന്നു. ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത, ജീവിതകാലത്ത് ഹജ്ജ് ചെയ്യാൻ സാധിക്കാതെ മരണപ്പെട്ടു പോയ വലിയ ഇമാമിങ്ങളുടെ പേരിൽ അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇമാം നവവിയുടെ പേരിൽ, ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുള്ളയുടെ പേരിൽ, ഇമാം മുന്തിരിയുടെ പേരിൽ, അങ്ങനെ പല പണ്ഡിതന്മാരുടെ പേരിലും അദ്ദേഹം ഹജ്ജ് ചെയ്തു എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാടുകളിൽ വ്യാജ പണ്ഡിതന്മാർ എത്രയോ ഉണ്ട് അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വരെ കള്ളം പറഞ്ഞ് കച്ചവടം നടത്തുന്ന ആളുകളുണ്ട്. ഏതോ ഒരു പെണ്ണിന്റെ മുടി കൊണ്ടുവന്ന് എത്രയോ പ്രായമായിട്ട് പോലും പിന്നെയും പച്ച നുണ പറഞ്ഞ് ആ മുടിയിട്ട വെള്ളം വിറ്റുകൊണ്ട് കാശാക്കുന്ന, പണമുണ്ടാക്കുന്ന പണ്ഡിതന്മാർ, ചൂഷണം ചെയ്യുന്ന പണ്ഡിതന്മാർ നമ്മുടെ നാടുകളിലുണ്ട് അല്ലേ?
ആയത്തുകളെയും ഹദീസിനെയും ഒക്കെ ദുർവ്യാഖ്യാനം ചെയ്ത് ജീവിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അവർക്കൊക്കെ ആലു ഷെയ്ഖിൽ ഒരുപാട് പാഠമുണ്ട് എന്നുള്ളതാണ്. അതേപോലെ വിശ്വാസികൾക്ക് മൊത്തമായും ആലു ഷെയ്ഖിൻ്റെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങളുണ്ട്. എന്താ ഒന്നാമത്തെ ഗുണപാഠമുള്ളത്? ആലു ഷെയ്ഖ് റഹിമഹുല്ലയുടെ ഉമ്മയിൽ നിന്നാണ്. നമ്മുടെ ഉമ്മമാർക്ക് അദ്ദേഹത്തിൻ്റെ ഉമ്മയിൽ ഗുണപാഠമുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ ദീന് പഠിക്കാൻ ഉള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. നമ്മുടെ മക്കൾക്ക് ദീൻ പഠിക്കാൻ ഇത്തരം പണ്ഡിതന്മാർ ഉയർന്നു വരണം എന്നുള്ള ചിന്ത നമ്മുടെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഉണ്ടാവേണ്ടതുണ്ട്. അതേപോലെ വിദ്യാർത്ഥികൾ മതം പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ പലപ്പോഴും മടിയും അതല്ലെങ്കിൽ തെറ്റുകളിലുമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ഡിതന്മാർ, ഉസ്താദുമാർ അല്ലേ, ഇദ്ദേഹം രോഗശയ്യയിലായിരിക്കുമ്പോൾ പോലും ദീനിൻ്റെ സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മടി പിടിച്ചിരിക്കുന്ന പണ്ഡിതന്മാർക്കും ഇദ്ദേഹത്തിൽ ഒരുപാട് ഗുണപാഠമുണ്ട് എന്നുള്ളതാണ്. മൊത്തമായി മുഅ്മിനീങ്ങൾക്ക് ഗുണപാഠമുണ്ട്. ആരോഗ്യമുണ്ടായിട്ടും കഴിവും സമയവും ഉണ്ടായിട്ടും ദീനിനു വേണ്ടി ഒരു സേവനവും ചെയ്യാത്ത നമ്മൾക്കൊക്കെ ഒരുപാട് ഗുണപാഠം ഈ ആലു ഷെയ്ഖിൽ നിന്ന് പഠിക്കാനും പകർത്താനും ഉണ്ട് എന്നുള്ളതാണ്.